ഹലോ ഗൈസ്, വെൽക്കം ടു കോഡിംഗ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്കൊരു ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഒരെണ്ണം എങ്ങനെ നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രീമിയം ടൈപ്പ് ഐക്കൺ ആണ്. നമുക്ക് എന്താവുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഒരു സമയം കളയാൻ നമ്മുടെ പ്രീമിയം ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പേര് AI അസിസ്റ്റൻ്റ് എന്നാണ്, മൈ AI അസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് മൊബൈൽ ആപ്പ് ഐക്കൺ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു റിസർച്ചിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു പ്രീമിയം ഐക്കൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് റിസർച്ചിങ്ങിൻ്റെ ആവശ്യം വരും. കാരണം നമുക്ക് മുമ്പ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രീമിയം ഐക്കൺസൊക്കെ ഒന്ന് നോക്കണം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 16 ഐക്കൺസിൻ്റെ പാക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രീമിയം. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളിത് വേറെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം ഐക്കൺസൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇത് കുറച്ച് ഓൾഡായിട്ടുള്ള പഴയ ഐക്കൺസാണ്. ഇപ്പോൾ ഫേസ്ബുക്കിനാണെങ്കിലും ഫ്ലിപ്കാർട്ട് അതുപോലെ അതിൻ്റെയൊക്കെ പണ്ടത്തെ ഐക്കൺസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ഒരു പ്രീമിയം ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമേജസിൻ്റെ ടാബിലോട്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇതിവിടെ കിട്ടി. ഓക്കെ, അതായത് ഇത് ഫേമസ് ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസിൻ്റെ ലോഗോയാണ്. അപ്പോൾ നമ്മൾ ഒട്ടുമ്പോൾ സമയം കളയാണ്ട് തന്നെ ഡയറക്റ്റ് അങ്ങോട്ട് സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളങ്ങനെ കുറച്ചും കൂടി റിസർച്ചൊക്കെ നടത്തിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യും. ഇനി നമുക്ക് ഈ വാട്സപ്പിൻ്റെ ഐക്കൺ വേണം, ജസ്റ്റ് ഫോർ റെഫറൻസ്. വാട്സപ്പൊക്കെ ഒത്തിരി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും പോപ്പുലർ ആയിട്ടുള്ള ആപ്സിൻ്റെ ഐക്കൺസൊക്കെ ഒന്ന് റെഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം എടുക്കാം, പിന്നെ നമുക്ക് സ്നാപ്ചാറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ മൊത്തം 3 ആപ്ലിക്കേഷൻ്റെ ഐക്കൺസാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ. ഇനി അതെല്ലാം നമുക്കൊന്ന് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഈ 3 വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇത് നമ്മൾ റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റെഫറൻസ് ആയിട്ട്. നമുക്ക് ഇതിനൊന്ന് അറേഞ്ച് ചെയ്തിട്ട് 3 അറേഞ്ച് ചെയ്ത് വയ്ക്കാം പെട്ടെന്ന് തന്നെ. ഓക്കെ, വാട്സപ്പ് കുറച്ച് ചെറുതാക്കിയിട്ട്. ഓക്കെ, ഇപ്പോൾ 3 അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഈ ഗൈഡിങ് ലൈൻസ്, എന്താ ഇതിനെ പറയണത് എനിക്ക് കറക്റ്റ് അറിയില്ല. ആ ഒരു ലൈൻസിനെ നമുക്കൊന്ന് കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൻ്റെ ആ ഒരു ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുന്നത് കുറച്ച് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട്. പക്ഷേ മേ ബി അതതിൻ്റെ ബോർഡറായിട്ട് അവർ കൊടുത്തേക്കുന്നതായിരിക്കാം. പക്ഷേ നമുക്കത് അത്ര വിഷയമില്ല. ഓക്കെ, നമുക്ക് ഏകദേശം സ്നാപ്ചാറ്റിൻ്റെയും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ഏകദേശം ഒരേ ലെവലിലാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ബോർഡറിനൊരു കർവൊക്കെ വന്നിട്ടുണ്ട്. ഇവർ യൂസ് ചെയ്തേക്കുന്നത് ഒരു റൗണ്ട് റെക്റ്റാങ്കിളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കണിന് അതേ ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു റൗണ്ട് റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ബോർഡറിൽ കൂടെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി അതിന് കുറച്ച് കോർണർ റേഡിയസ് വൈറ്റ് ആയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റുന്നില്ല, നമ്മളത് ഒരു ഡാർക്ക് കളറിലോട്ടാക്കാം. ഇനി അതിൻ്റെ കോർണർ റേഡിയസ് ഒന്ന് ഇച്ചിരി കൂട്ടി കൊടുക്കാം. ഓക്കെ, പക്ഷെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന സ്നാപ്ചാറ്റിൻ്റെ അത്രയും അറിയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി കുറച്ചും കുറയ്ക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നമ്മുടെ കോർണർ റേഡിയസ് ഇതിനിപ്പോഴും കുറച്ച് കുറവാണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമും വാട്സപ്പൊക്കെ കണ്ടാലും അറിയാം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി അതിൻ്റെ കളർ കുറച്ചിട്ട് കോർണർ റേഡിയസ് ഒന്ന് കറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരു ബൗണ്ടറി കിട്ടിയിട്ട് നമ്മൾ സ്നാപ്ചാറ്റിനെ ഹൈഡ് ചെയ്തു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലേഔട്ട് കിട്ടിയിട്ടുണ്ട്, അല്ല നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കേണ്ട കണ്ടൻറ്റാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അകത്ത് വെക്കേണ്ട കണ്ടൻറ്റ് എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ലേഔട്ട് നമുക്കൊന്ന് സേവ് ചെയ്യാം. നമ്മുടെ മൈ AI അസിസ്റ്റൻ്റ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റുകൾ വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്ക് വേണ്ട ഒരു സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റല്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വേറെ റെഫറൻസുകൾ നോക്കാം. ഒരു പുതിയ ഫയലുണ്ടാക്കിയിട്ട് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്ന ഈ ഒരു റെഫറൻസ് ഇമേജസ് നമുക്ക് കൊണ്ടുവരാം. ഇനി ഇവിടെ ഇവരൊക്കെ ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ 2 സൈഡിലും വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനും ഒരു ഹൈറ്റ് ഒന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഗൈഡ് ലൈൻസും കൂടി കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്കിവിടെ കാണാൻ പറ്റും ഇതെല്ലാം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. നമുക്ക് ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു ക്യാമറയുടെ സൈനും ഒക്കെ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ, അതുപോലെ തന്നെ ട്വിറ്റർ ആണെങ്കിലും ഒരു ഇമേജ് മറ്റേ ഗെയിംസ് ആണെങ്കിലും കാൽക്കുലേറ്റർ ആണെങ്കിലും അതിൻ്റെ ആ ഒരു പർപ്പസിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഐക്കണാണ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ജിമെയിലൊക്കെ ആണെങ്കിൽ ജിമെയിലിൻ്റെ മെയിലിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്, ജിമെയിൽ അതായത് ഗൂഗിളിൻ്റെ ആ ഒരു കളർ തീം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് പറയുന്നത് മൈ AI അസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പെയിൻറ്റ് ഓപ്പൺ ചെയ്തിട്ട് റഫായിട്ട് കുറച്ച് ഐക്കൺസിനെ ഒന്ന് വരച്ച് നോക്കാം ഫസ്റ്റ് തന്നെ. അപ്പോൾ ഇതിനിങ്ങനെ വരയ്ക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്നും ചെയ്യാനില്ല, പെയിൻറ്റ് എടുക്കുക, നമുക്ക് ചുമ്മാ റഫായിട്ട് അതും ഇതൊക്കെ വരച്ച് നോക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അത് നമുക്ക് ഇമേജ് ലേബലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ AI ചാറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ AI വോയിസ് കോളിംഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക വോയിസ് ചാറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാനായിട്ട് മാക്സിമം നോക്കാം. പക്ഷേ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. പക്ഷെ ഇതൊക്കെ ഒരു പ്രീമിയം ആപ്ലിക്കേഷനെ പറ്റിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്കൊരു കണ്ണ് പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ നമുക്കിവിടെ ശരിയാകുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് AI കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് AIയുടെ ഇമേജസൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നമുക്കതൊന്നും അത്ര അങ്ങോട്ടേക്കുന്നില്ല. അങ്ങനെ അവസാനം നമ്മൾ ഇത് എൻ്റെ ചേട്ടൻ വരയ്ക്കുന്നതാണ്. ഓക്കെ, അവൻ ഒരു ഷട്ടിൽ കോക്ക് റെഫറൻസ് എടുത്തുകൊണ്ട് ഒരു ആപ്പ് ഐക്കൺ വരച്ചു. ഓക്കെ, ഇപ്പോൾ നമുക്ക് അത്ര ഇങ്ങനെ റഫായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കതുകൊണ്ട് നമുക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഐഡിയ ഒന്നും വരാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ChatGPT-നോട് തന്നെ ചോദിക്കാം. അതായത് നമ്മുടെ AI ടൂളിനോട് തന്നെ നമുക്ക് AI ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ക്രിയേറ്റ് ചെയ്യാനുള്ള ഐഡിയാസ് ചോദിക്കാം. അപ്പോൾ നമുക്ക് AIയുടെ അടുത്ത് മുന്നേ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ AI ഇവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഓരോ സ്റ്റെപ്പിലും പറഞ്ഞിട്ടുള്ള കീ പോയിൻറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ അവർ പറയുന്ന സംഭവമാണ് ഇത് വിഷൻ. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഈ ഒരു ഐക്കണിലോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു തീമായിട്ട് ഒന്നും എനിക്ക് അതിനകത്ത് നിന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് നോക്കാം, AI ബ്രെയിൻ. അപ്പോൾ ഇവിടെയും നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐക്കൺ കിട്ടുന്നില്ല, ഒരു ഇമേജ്. അടുത്ത നമുക്ക് സ്മാർട്ട് ഷീൽഡാണ്. ഇതൊക്കെ നമ്മുടെ ChatGPT പറഞ്ഞു തന്നതാണ്. അപ്പോൾ നമുക്ക് ChatGPT പറഞ്ഞതെന്ന് വെച്ചിട്ട് സ്മാർട്ട് ഷീൽഡിൽ നിന്നും അത്ര നല്ല കണ്ടൻറ്റ് നമുക്ക് കിട്ടുന്നില്ല. അടുത്ത നമ്മൾ ഡാറ്റ നെറ്റ്വർക്ക് നോക്കി, അപ്പോഴും നമുക്ക് നല്ല കണ്ടൻറ്റ് ഒന്നും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയതാണ് ഇൻഫിനിറ്റി ലൂപ്പ്. ഗൈസ് ഇവിടെയാണ് ഗൈസ് നമ്മൾ പിന്നൊന്നും നോക്കില്ല, ഈ ഇമേജ് ഡയറക്റ്റ് കണ്ടപ്പോൾ തന്നെ അതങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തു. നമ്മൾ ജസ്റ്റ് ഒരു പേരൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാലറിയിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ഇമേജ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാരണം ഇതിനകത്ത് ഈ ഇമേജിൽ കണ്ടു 2 സൈഡിലും എഡ്ജ് പ്രോപ്പറായിട്ട് ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും ഇതിലോട്ട് തന്നെ പോയി ബ്രൗസറിലോട്ട് തന്നെ പോയിട്ട് അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് അവസാന ഗതിയായിട്ട് ഈ ഒരു എന്താ പറയുക ഇത് നമ്മൾ കുറച്ച് ഗിഫുകളൊക്കെ കണ്ടു. അവസാനം അതൊന്നും നമുക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സാധാ ഒരു ഇൻഫിനിറ്റി ലൂപ്പിൻ്റെ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്തു. ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പുതിയ ഐക്കണെ നമ്മൾ ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. ഇനി പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ല. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള സബ്ജക്റ്റിന് മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു PNG ട്രാൻസ്പെറൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ മെയിൻ ഐക്കൺ ലേഔട്ടിലോട്ട് കൊണ്ടുവന്നിട്ടു. ഇനി ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡിങ് ലൈൻസ് മാറിപ്പോയി. എക്സ്ട്രാസ് എന്നാണ് അവർ ഇതിനകത്ത് ഫോട്ടോഷോപ്പിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ജസ്റ്റ് ഒന്ന് സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ, ഇത് നമ്മൾ ഏകദേശം ഒരു സെൻട്രൽ രീതിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റണം. കാരണം നമുക്കിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഒപ്പാസിറ്റി ശരിക്കും കുറച്ചിട്ടേക്കണം ഒരു റേഡിയസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ തന്നെ കൊണ്ടുപോകും. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കളറൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കാം, ഏത് ബെറ്റർ എന്ന് നമുക്കറിയില്ല. നമുക്ക് ഓരോ ട്രൈ ചെയ്താലാണ് നമുക്കറിയാൻ പറ്റുക. അപ്പോൾ ഞങ്ങളങ്ങനെ കുറേ കളേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഇങ്ങനെ കുറേ ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെയും ഒരു ഡാർക്ക് വയലറ്റ് കളർ ടൈപ്പ് ഒരു കളറിലോട്ട് നമ്മൾ കൊണ്ടുവന്നു. എന്നിട്ട് നമ്മൾ പക്ഷേ ഇത് മാത്രമായിട്ടുമ്പോൾ ഒരു ലുക്കുണ്ട്, പക്ഷേ ഇത് കോപ്പിറൈറ്റ് അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ലോഗോ, കാര്യം ഇൻഫിനിറ്റി ലൂപ്പിൻ്റെ ലോഗോ ആണെങ്കിലും നമുക്ക് അത് മാത്രമായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു AI കൂടി സെർച്ച് ചെയ്തു, അതായത് എയുടെ ഒരു കണ്ണിൻ്റെ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അത്ര നല്ലതൊന്നും കിട്ടില്ല, എന്നാലും നമ്മൾ ഒരു ജസ്റ്റ് ഒരു കണ്ണ് പോലെയുള്ളൊരു സംഭവം നമ്മളെടുത്തു. എന്നിട്ട് അതിനെ ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് ഐക്കൻ്റെ മേളിൽ കൊണ്ടുവന്ന് മേളിൽ വയ്ക്കാം. നമുക്ക് അതായിരിക്കും കുറച്ചൊരു ബെറ്ററായിട്ട് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതിന് ബ്ലെൻഡിങ് മോഡ് മാറ്റിയിട്ട് ആ ഒരു വൈറ്റിന് ഫുള്ളി നമുക്ക് ട്രാൻസ്പെറൻ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു മോഡാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പൊസിഷൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഫിനിറ്റി ലൂപ്പിനെ കുറച്ച് താഴോട്ടൊക്കെ ഇറക്കി. ഓക്കെ, ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഓർഡർ ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ കോർണർ സൈസ് കണ്ടോ, ഇവിടെ നമ്മുടെ ഇൻഫിനിറ്റി ലൂപ്പിൻ്റെ ബോർഡർ നമ്മൾ കട്ട് ചെയ്തെടുത്ത് ശരിയായിട്ടില്ല. അവിടെ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ, നമുക്ക് ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഷാർപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊരു ഡിമെറിറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ എഡ്ജിൽ നിന്ന്, അതായത് ഇതിൻ്റെ ബോർഡറിൽ നിന്ന് 2 പിക്സലുകൾ വെച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, നമ്മൾ ആദ്യം എടുത്തപ്പോൾ അത് 5 ആയിപ്പോയി, പക്ഷെ നമ്മളത് മാറ്റിയിട്ട് തിരിച്ച് 2 പിക്സൽ വെച്ചിട്ട് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഡിലീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമുക്കതിന് മുമ്പ് നമ്മുടെ ഇമേജിനൊന്ന് റാസ്റ്ററൈസ് ചെയ്യണം. ഓക്കെ, ഇപ്പോഴാണ് ഇതൊരു റാസ്റ്ററൈസ്ഡ് ഇമേജ് ആയത്. ഓക്കെ, ഇപ്പോൾ നമ്മളിതിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളർ ബോർഡർ നമുക്ക് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ചുകൂടി ഒരു ബോർഡറിൽ ഒരു ഫെദർ ടച്ച് കൊടുക്കാം. ഓക്കെ, കുറച്ചും കൂടി ആ ഒരു എഡ്ജിങ് കുറച്ചും കൂടി ഒന്ന് സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് ഒരു ഫെദറും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ വലിയ പ്രശ്നമില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷാഡോയും ആ ഒരു കളർ ഗ്രേഡിയൻറ്റും കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഷാഡോ ആഡ് ചെയ്യാം. നമുക്ക് വൈറ്റ് വേണ്ടിയിട്ടൊരു ബ്ലാക്ക് കളർ തന്നെ ഒരു ഷാഡോ തന്നെ വയ്ക്കാം, കുറച്ച് ഡാർക്കായിട്ട്. നമുക്ക് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ചിട്ട് ചെറിയൊരു ഷാഡോ മതി. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സാറ്റിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് നമുക്കൊരു ഏകദേശം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ അതേ കളർ തന്നെ വെക്കാനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷേ അത് അത്ര മാച്ചിങ് ആയിട്ട് തോന്നില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു ഗോൾഡൻ കളറോ അല്ലെങ്കിൽ ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറ് ടൈപ്പുള്ളൊരു ഷെയ്ഡ് കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു കളർ ഇങ്ങനെ ആഡ് ചെയ്തു. ഓക്കെ, നമുക്കതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് അതിൻ്റെ ഒരു ബ്രൈറ്റ്നെസ്, ഒപ്പാസിറ്റി, ട്രാൻസ്പെറൻസി ഒക്കെ കുറച്ചിട്ട് കുറച്ചുകൂടി കോൺട്രാസ്റ്റ് ഒക്കെ കൂട്ടി നമ്മളെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ആപ്പ് ഐക്കൺ പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ നമുക്ക് ആ ഒരു ലൈൻസൊക്കെ റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ആപ്ലിക്കേഷൻ കാണാം. ഇപ്പോൾ അത്ര പ്രീമിയം ലുക്കൊന്നും ഇല്ലെങ്കിൽ തൽക്കാലം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു AI ആപ്ലിക്കേഷൻ ഐക്കൺ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇതിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ നമ്മളിവിടെ നോക്കിയിട്ട് വേറെ അങ്ങനെ അത്ര ബെറ്റർ ആയിട്ടുള്ളതൊന്നും കിട്ടുന്നില്ല. നമ്മുടെ ആ ഒരു AI റെവല്യൂഷന് പറ്റിയ ഒരു ഐക്കണിൻ്റെ കളർ
സ്കീം വേറെ അങ്ങനെ കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മുടെ പഴയ ആ ഒരു ഡാർക്ക് ബ്ലൂ ടൈപ്പ് കളറിലോട്ട് നമ്മൾ മാറാം. ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കണ് മാത്രമായിട്ട് നമുക്കിനി മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് ആക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു ബാക്കപ്പ് പോലെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ചുമ്മാ നമുക്ക് ഇത്രയും ചെയ്ത് വെറുതെ ആവണ്ട. അപ്പോൾ നമുക്ക് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാം. നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് PNG ഫോർമാറ്റിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കോപ്പിറൈറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എക്സ്പോർട്ട് കൊടുക്കാം. എക്സ്പോർട്ട്. ഇനി നമുക്ക് ഇതിന് പേര് കൊടുക്കാം. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് മൈ AI അസിസ്റ്റൻ്റ് എന്നാണ്. അപ്പോൾ സേവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് നമുക്ക് ഇതിന് മാസ് ഐക്കൺ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ വെറുതെ അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഐക്കൺ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വലിയ കുഴപ്പമില്ലാത്തുള്ള ഒരു ഐക്കൺ കിട്ടി. പക്ഷെ നമുക്ക് എന്നാലും ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് എടുക്കണം. അതായത് ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേർഷൻ, കുറച്ച് ഹൈ കോൺട്രാസ്റ്റ് വേർഷൻസൊക്കെ നമുക്ക് എടുത്തു വയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പല പല ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പല ലോഗോസ് യൂസ് ചെയ്യാം. ഇപ്പോൾ സെയിം ലോഗോ തന്നെ എന്നാലും ഡിഫറെൻറ്റ് കളർ സ്കീമിലുള്ള ലോഗോസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി കൂടി നമ്മൾ എടുത്തു. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ഐക്കണായിട്ട്. നേരത്തെ നമുക്ക് അവിടെ ഒരു ഇതുണ്ടായിരുന്നു കളർ. ബ്ലാക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇനി നമ്മൾ ഇതിനെല്ലാത്തിനും നമ്മുടെ ഒന്ന് മെർജ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള ആവശ്യമില്ലാത്ത ലെയേഴ്സിനൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കളേഴ്സിന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ കോൺട്രാസ്റ്റ് കുറച്ച് കൂട്ടി കൊടുക്കാം. നമുക്ക് ബ്രൈറ്റ്നെസ് നമ്മൾ അബദ്ധമായി. ബ്രൈറ്റ്നസ് നമുക്ക് പതുക്കെ നൈസായിട്ട് തിരിച്ച് തന്നെ സെറ്റ് ചെയ്യാം. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ സാച്ചുറേഷനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ ലൈറ്റിംഗ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സാച്ചുറേഷൻ കുറയ്ക്കാം. ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡായിട്ട് നമുക്ക് കൂട്ടാം. പിന്നെ നമുക്കിതിനെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് ഐക്കൺ AI അസിസ്റ്റൻറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐക്കൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈ കോൺട്രാസ്റ്റ് ഐക്കൺ കൂടി നമുക്ക് നോക്കാം. കുറച്ച് ഹൈ കോൺട്രാസ്റ്റ് ഒരു ബെറ്റർ ഐക്കൺ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വേറെ ഐക്കണൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അതും സേവ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 ഡിഫറെൻറ്റ് ഐക്കൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു നോർമൽ ഐക്കൺ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഐക്കൺ, അതുപോലെ തന്നെ ഒരു ഹൈ കോൺട്രാസ്റ്റ് ഐക്കൺ കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു AI അസിസ്റ്റൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഐക്കൺ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാലൻസ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ ഫ്ലട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ്.